എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കരയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഒരു മാസത്തിലേറെയായിട്ടും മുഖം തിരിച്ച അധികൃതർ. ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡ് വെങ്ങ്യാനല്ലൂർ പട്ടികജാതി പ്രീ മെട്രിക് ഹോസ്റ്റലിന് സമീപത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായെന്നാണ് പരാതിയുള്ളത്. വിഷയത്തിൽ പലതവണ പരാതിപ്പെട്ടെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പറഞ്ഞാൽ പറ്റില്ല. വന്നു കഴിഞ്ഞത് അപ്പോൾ ഇത് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ദിവസങ്ങളോളം മാസങ്ങളോളം ഈ വെള്ളം ഇങ്ങനെ പോയി തുടങ്ങിയിട്ട് അത് ചെയ്ത് എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കില്ല. ആരോടെ പറയുക, ആരോടെ പറഞ്ഞിട്ട കാര്യം. ഇതിപ്പോൾ അവിടെ നിന്ന് തൊട്ടിട്ട് ആ ദൂരം വരെ അത്രയും വെള്ളം ഒഴുകി പോവുക തന്നെയാണ് വെറുതെ. ഒരു 40 വർഷമൊക്കെ ഉണ്ടാവും. ആ പൈപ്പ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. 18ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് പൈപ്പ് പൊട്ടി വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. പൊട്ടിയിട്ട് ഏതാണ്ട് ഒരു മാസത്തിന് മേലെ അവർ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. ഇവിടെ ബഷീർക്കാന്ന് പറഞ്ഞ ആള് ഇത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുഞ്ഞൊരു വഴിയാണ്. ആ വഴിയിൽ കൂടെയാണ് ഞങ്ങൾ ബൈക്കും ഈ കുഞ്ഞു കുട്ടികളും എല്ലാവരും നടക്കുന്നത്. ആ വെള്ളം വരുന്നതാണ് ഇതിപ്പോൾ ഞങ്ങൾ കാണുന്നത്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ല. അതാ വേറൊരു പൈപ്പ് ഉണ്ട് ഇപ്പുറത്ത്. അത് പൈപ്പ് ചക്ക വീണ് പൊട്ടിയാൽ പോലും ഒരാളും തിരിഞ്ഞു നോക്കാനില്ല. ഞങ്ങൾക്ക് ഈ വെള്ളം എല്ലാവർക്കും ആവശ്യമാണ്. ഒന്ന് നേരാക്കി തരിക. ഇത്രമാത്രം ഞങ്ങളെ ഇതുള്ളൂ. കംപ്ലൈൻറ്റ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരാമെന്നോ അല്ലെങ്കിൽ വേറെ വരാമെന്നോ അങ്ങനെയൊക്കെ തന്നെ പറയുന്നതെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീർക്കാണ് കംപ്ലൈൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൻ്റെ ഉമ്മറ മുതൽ, അതായത് ഫസ്റ്റ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അവിടെ മുതൽ ഈ 18 വീട്ടുകാർ ഈ വെള്ളത്തുകൂടെ ചവിട്ടിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. 18 വീട്ടുകാരും ഈ വെള്ളത്തുകൂടെ ചവിട്ടി. ഇതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അടി വരെ ഉണ്ടായിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഈ സമയത്ത് പോലും ഇത്തരത്തിൽ ജലമൊഴുകി പോകുന്നത് അധികൃതർ കാണാത്ത ഭാവം നടിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിലിടപെട്ട് പൊട്ടിയ പൈപ്പ് നന്നാക്കുകയോ അല്ലെങ്കിൽ പൈപ്പ് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്ത പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പൈപ്പ് പൊട്ടിയിട്ട് 4-5 മാസമായി. അവിടെ അത് പറയാനോ ഇരിക്കാനോ ഒരാളും ഇല്ല. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം വരുന്നത് അവിടെ പോയി തടഞ്ഞ ആ പൈപ്പ് പൊട്ടിയതിന് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാതൊരു പ്രശ്നം വരില്ല. അപ്പോൾ അത് പൊട്ടിയ കാരണം ഈ വെള്ളം വരികയാണെന്ന് ഇവിടെ എല്ലാവർക്കും പ്രശ്നമാണ്. അല്ല, ബാക്ക് ടു സ്കൂളോ? ബാഗിന്റെ ഒക്കെ എന്തോരം കളക്ഷനാ. ഇതൊക്കെ നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. ഓൻ്റെ ഒക്കെ ഞാൻ എന്തൊക്കെ എടുക്കുക. അയ്യോ, ബാഗ്, വാട്ടർ ബോട്ടില്, നോട്ട്ബുക്ക്, ടിഫിൻ ബോക്സ്, ഞാൻ എന്തൊക്കെ എടുക്കുക. അതൊക്കെ അവിടെ വെക്കുന്നു ചെയ്താ 10 ഐറ്റംസ് കോംബോ ഓഫർ വെറും 499. ഫസ്റ്റ് തന്നെ ഒരു ബാഗിന് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ പേപ്പർ, പിന്നെ വാട്ടർ ബോട്ടില്, നൈസ് സ്ലിപ്പ്, ക്രയോണ്, ജോമെട്രി ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ ഒരു പേന, ഒരു പെൻസില്, പിന്നെ 152 പേജിൻ്റെ 5 നോട്ട് ബുക്ക് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ടുണ്ടല്ലോ 499 ഉള്ളൂ കേട്ടോ. സ്കൂൾ പർച്ചേസിംഗ് ഉണ്ടല്ലോ നമ്മുടെ ചേലക്കരയുള്ള VS സൂപ്പർ വാലിക്കുണ്ട് പോരിട്ടങ്ങള്.